ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മക്ലൂബൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറബിക് മസാല വേണം. ഈ അറബിക് മസാല എനിക്ക് ഉണ്ടാക്കാൻ മടിയായിട്ട് ഞാൻ തൽക്കാലം ഒന്ന് ഒപ്പിച്ചാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്നതിൻ്റെ പകരം നമ്മൾ സാധാ പൊടിക്കാത്ത മല്ലിയും മുളകും പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും കുരുമുളകും ഒക്കെ ചേർത്ത് നന്നായി വറുത്തെടുത്തിട്ട് പൊടിക്കാണ് കേട്ടോ വേണ്ടത്. ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 350 ഗ്രാമൊക്കെ ചേർത്തിട്ടുണ്ടാവും. അതിലേക്ക് 4 ഏലക്കയും 3 ഗ്രാമ്പുവും ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ പൗഡർ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടിയും ചേർക്കുക കേട്ടോ. പിന്നെ ഒരു മാഗി ക്യൂബും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി എത്രയാണോ അരി എടുക്കുന്നത്, ഇപ്പോൾ 1 കപ്പാണെങ്കിൽ നമ്മൾ 1.25 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ, ആ ഒരു രീതിയിൽ. എന്നിട്ട് നമ്മൾ ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക. വേവുന്ന സമയം കൊണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒരു വഴുതിനയും ഒരു തക്കാളിയൊക്കെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ എടുക്കുക കേട്ടോ. പിന്നെ കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. ഒരു 10 മിനിറ്റ് വെന്തിട്ടുള്ള ചിക്കനെ നമ്മൾ അതൊന്ന് മാറ്റിയെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു തക്കാളി അരിച്ചതും പിന്നെ ബാക്കി വന്നിട്ടുള്ള നമ്മൾ വറുത്തെടുത്തുള്ള മസാലയും ഉപ്പും, കുറച്ച് ഉപ്പ് മതി കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റോക്കും ചേർക്കുക. എന്നിട്ട് നമ്മളെ ചിക്കനും ചേർത്ത് വേവിച്ച ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം വഴുതിനങ്ങാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പൊട്ടാറ്റോയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ടൊമാറ്റോയും കൂടി ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിക്കുക. പിന്നെ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിക്കണമെന്നില്ല, കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അധികം ഓയിൽ വേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച പാനിലുള്ള വെള്ളമൊക്കെ മാറ്റി അതിൽ ആദ്യം തക്കാളി ഇങ്ങനെ വെച്ചു കൊടുത്തു. എന്നിട്ട് ചിക്കൻ വെച്ചു, പിന്നെ പൊട്ടാറ്റോ വെച്ചു, പിന്നെ വഴുതിനങ്ങ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ മസാല പരട്ടിയിൽ കുറച്ച് മസാലൻ്റെ ഇത് ബാക്കി ഉണ്ടായിരുന്നു, അതും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി അരമണിക്കൂർ കുതിർത്തി വെച്ചാട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളവും ഇതിൽ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ മക്ലൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.